വായിച്ചപ്പെടുമാറാകട്ടെ. ശാന്തമായി ദൈവവചനത്തിൻ്റെ ആഴത്തു നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ ദൈവാത്മാവിൽ അടർത്തിയെടുത്ത് നിങ്ങളോട് കൈമാറാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. രാത്രി സന്ധ്യയോടടുക്കുന്ന ഈ സമയത്ത് ദൈവത്തോട് പറയണം, കർത്താവേ എന്നോട് കൃത്യമായി ഒന്ന് ഇടപെടണമേ എന്ന്. അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. മതി. ദൈവാത്മാവിൽ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഇവിടെ വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സന്ദർഭമാണ്, അറിയാവുന്നുള്ള ചിന്തകളാണ്. അബ്രഹാമുമായുള്ള ബന്ധത്തിൽ നാം പഠിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 12-ലാണ്. അബ്രഹാം വിളി കേൾക്കുന്നു, അബ്രഹാം വിളിക്ക് പ്രതികരിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി തനിക്ക് ഇമ്മലകളെ കൂടെയുണ്ടായിരുന്നതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഇറങ്ങി. എങ്ങോട്ടിറങ്ങിയെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് പറയാൻ ഒരു മറുപടിയുള്ളൂ, എന്നെ ദൈവം വിളിച്ച എന്നെ കാണിക്കാമെന്ന് പറഞ്ഞൊരു ദേശമുണ്ട്, ആ ദേശത്തിലേക്ക് ഞാൻ യാത്ര തിരിയുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ എല്ലാം വിട്ടിറങ്ങണം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴും നാം ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ച വിളിക്ക് പ്രതികരിച്ച് നമ്മൾ പലതും വിട്ടിറങ്ങിയവരാണ്. ആമേൻ. നമ്മുടെ ഇന്നലകളിൽ കൂടെയുണ്ടായിരുന്ന പാരമ്പര്യത്തെ വിട്ടിറങ്ങിയവരുണ്ട്. ഇന്നലകളിൽ കൂടെയുണ്ടായിരുന്ന സമുദായത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം വിട്ടിറങ്ങിയവരുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ നമ്മളൊരു പരാജയപാത്രമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അബ്രഹാമിനെ മുൻനിർത്തി ആത്മാവിൽ ഒരു ദൂത് കൈമാറാ, നീ വിട്ടതൊന്നും ഒരു പരാജയമല്ല, ചിലത് നേടാൻ ഉള്ള വഴികളായിരുന്നു. നീ വേണ്ടെന്ന് വച്ചതൊന്നും പരാജയമല്ല, ദൈവശബ്ദത്തിന് പ്രതികരിച്ചാണ് നീ വേണ്ടെന്ന് വച്ചതെങ്കിൽ ഇന്ന് പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണിക്കാം. എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം കരമുയർത്തിയൊന്ന് സ്തുതിക്കാമോ? കണ്ടതല്ല വലുത്, ഇനി കാണാനിരിക്കുന്നതാണ് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഒരു ദൂത് കൈമാറാ, ഇതുവരെയും ജീവിതത്തിൽ വന്നതല്ല നല്ല കാലം, ഇനി വരാൻ പോകുന്നതാണ് നല്ല കാലം. ഇമ്മലകളിൽ വന്നതല്ല നല്ല കാലം. എൻ്റെ നല്ല കാലം കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ കഴിഞ്ഞു, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി, എൻ്റെ ജീവിതം ബലഹീനമാണ്, ഇന്നിൻ്റെ അവസ്ഥകളിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിലും ആത്മനിറവിലും ഞാൻ പറയാ, നിന്റെ നല്ല കാലം കഴിഞ്ഞിട്ടില്ല, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. കരമുയർത്തി ദൈവത്തിനൊരു ആരാധന കൊടുക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശിരസിൻ്റെ മേൽ കൈവച്ചു ദൈവം പറയുന്നൊരു ദൂതുണ്ട്, നിന്റെ നല്ല കാലം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇമ്മലകളിൽ നീ അനുഭവിച്ച കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും നാളുകൾ മാറിയിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ചില ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് കയറ്റുകയാണ്. ഈ പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഇന്ന് പകൽക്കാലം സഭ ഇതുവരെ കണ്ടതല്ല നല്ല കാലം, ഇനി കാണാൻ പോകുന്നതാണ് നല്ല കാലം. ഷബിംബാസ് ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ കണ്ടതല്ല നല്ല കാലം, ഇനി കാണാൻ പോകുന്നതാണ് നല്ല കാലം. മിനിസ്ട്രികളിൽ വെളിപ്പെട്ടതല്ല നല്ല കാലം, ഇനി വെളിപ്പെടാൻ പോകുന്നതാണ് നല്ല കാലം. നിന്റെ ഓരോ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്നതല്ല നല്ല കാലം, ഇനി വെളിപ്പെടാൻ പോകുന്നതാണ് നല്ല കാലം. ഈ പകൽ കരമടിച്ചു വായി
വായികളെ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ പകൽക്കാലം അടങ്ങിയിരിക്കാൻ കഴിയില്ല. എൻ്റെ അകം തിളയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ ഭാവി അറിയുന്നവൻ പറയുക, എൻ്റെ നാളെ അറിയുന്നവൻ പറയുക, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നൊരു ദേശമുണ്ട്, നീ അവിടേക്ക് യാത്ര തിരിക്കണം. ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു? കാണിപ്പാനിരിക്കുന്ന ചില നന്മകളുണ്ട് കേട്ടോ. അടഞ്ഞെന്ന് നീ കരുതിയത്, നീ ഒരിക്കലും സ്വപ്നം പോലും നീ ചിന്തിക്കാത്ത ചില നന്മയുടെ വാതിലുകൾ എൻ്റെ ദൈവം കാണിപ്പാനിരിക്കുന്നുണ്ട്. അവിടത്തേക്ക് ദൈവം നിന്നെ കരം പിടിച്ചു കയറ്റുകയാണ്. ഒറ്റപ്പെട്ടു പോയി, ആമേ, തകർന്നു പോയി, ഏകാന്തതയാണ് അനുഭവിക്കുന്നുവെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് പറയുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന നല്ല കാലത്തിലേക്ക് ദൈവാത്മാവ് കരം പിടിച്ചു ദൈവസഭയെ കയറ്റുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, വായ്കളെ തുറമോ. അങ്ങനെ ഒരു ഫേവർ ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഫേവർ വെളിപ്പെട്ടിട്ടുണ്ട്. കണ്ടതല്ല, കാണാൻ പോകുന്നു നല്ല കാലം. ഇന്നലകളിൽ ആയിരങ്ങൾ നിന്റെ ആലയത്തിനകത്ത് വെളിപ്പെട്ടുവെങ്കിൽ ഇനി നിന്റെ ആലയത്തിനകത്ത് 10,000 കയറി വരും. ഇന്നലകളിൽ നിന്റെ ശുശ്രൂഷകൾക്കകത്ത് ചെറിയ വിടുതലുകൾ സംഭവിച്ചെങ്കിൽ ലോകം അതിശയിക്കുന്ന അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നിന്റെ ശുശ്രൂഷക്കകത്ത് വെളിപ്പെട്ടു വരും. ദൈവമല്ല സഹോദര, കഴിഞ്ഞു പോയതല്ല നിന്റെ നല്ല കാലം, ഇനി വരാൻ പോകുന്നതാണ് നിന്റെ നല്ല കാലം. ആരോ പറഞ്ഞു എൻ്റെ വിദ്യാഭ്യാസം തീർന്നു പാസ്റ്റർ. തീർന്നില്ല കേട്ടോ, വരാൻ പോകുന്നതാണ് നിന്റെ നല്ല കാലം. ഈ പകൽ വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ, അകത്ത് ഉറപ്പുണ്ടെങ്കിൽ, അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ശാരപരത്തുര വൈഡപരംധര വൈഷപരംധര ഘടകപരാധല ഘടകധാരവച്ഛേരേഖ അർത്ഥാബാലാധൂരാരേഖാവാനാധാരാധാര വൈഡേരിഖമോന. ആരോ പറഞ്ഞു എൻ്റെ ജീവിതത്തിനകത്ത് തകർച്ചകൾ മാത്രം. ഈ പകൽ ദൈവാത്മാവ് പറയും, നിന്റെ ജീവിതത്തെ തിരിക്കുന്ന നല്ല കാലങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നീ സേഫ് സോണിലല്ലായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പൻ, സഹോദരങ്ങൾ, ഭാര്യ, നല്ല ബിസിനസ്, പാരമ്പര്യങ്ങൾ, കൾച്ചർ. അബ്രഹാം പറയുക, അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്തിന്? കാണാത്തതൊന്ന് വിശ്വസിച്ച്. ഇന്ന് പകൽക്കാലം പാരമ്പര്യത്തെ വിട്ട്, സമുദായത്തെ വിട്ട്, കൂട്ടുകാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ എല്ലാം വിട്ടേച്ച് ഈ മാർഗം സത്യമെന്ന് പറഞ്ഞിറങ്ങി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം വിട്ടതൊന്നും നഷ്ടമല്ല. അതിനേക്കാളും ശ്രേഷ്ഠമായത് നേടാനുള്ള വഴികളായിരുന്നു. വിട്ടിറങ്ങിയപ്പോൾ നിന്ദിക്കപ്പെട്ടു, ഇന്നും അപമാനം പേറുന്നുണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയാം, കാണിപ്പാനിരിക്കുന്ന ദേശമുണ്ട്, കാണിപ്പാനിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ നിത്യമായൊരു നാടുണ്ട്. ഇവിടെ നമ്മൾ പരദേശികളാണ്. ഈ പരദേശവാസം അല്പകാലം കൊണ്ട് തീരും. പക്ഷെ ഇതിനപ്പുറം നിത്യമായൊരു വാസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. 6 അടി മണ്ണ് കൊണ്ടൊതുങ്ങാത്ത, 6 അടി മണ്ണ് കൊണ്ടൊതുങ്ങാത്ത, ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങൾ കൊണ്ടൊതുങ്ങാത്ത, ഈ ലോകത്തിലെ ഒരു ഈസങ്ങൾക്കകത്തും ഒതുങ്ങിപ്പോകാത്ത, മറുകരയിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായൊരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ നാട്ടിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ് നാമെങ്കിൽ കരമുയർത്തി പറ, വിട്ടതൊന്നും നഷ്ടമല്ല, അതിനേക്കാൾ ലാഭമായ ചിലവ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അങ്ങനെ വിട്ടിറങ്ങിയവനാണ് അബ്രഹാം. നീണ്ട 25 വർഷക്കാലത്തെ യാത്ര, ശൂന്യതകളും കണ്ണുനീരുകളും ഒറ്റപ്പെടലുകളും. അബ്രഹാമിൻ്റെ യാത്രയൊക്കെ ചിന്തനീയമാണ്. അബ്രഹാമിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കൂടെ ഇറങ്ങിയവൻ അനുഗ്രഹിക്കപ്പെട്ടു പോകുമ്പോൾ, കൂടെ നിൽക്കുന്നവർ കയറിപ്പോകുമ്പോൾ, ഒരുമിച്ചിറങ്ങി ഒരുമിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരുന്നവൻ ലോത്ത് പറയുകയാണ്, എനിക്ക് ഈ നീരോട്ടുള്ള സ്ഥലം വേണം. എല്ലാവരുടെയും മുൻപിൽ ഒരു പരാജയപാത്രമായ അബ്രഹാം ഇരിക്കുമ്പോൾ, താൻ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ ഇവിടെ നോക്കുന്നത് എന്ത്? നീ ഭാരപ്പെടുന്നത് എന്ത്? നിന്റെ കണ്ണ് നിന്റെ സാഹചര്യങ്ങളെ കണ്ടൊതുങ്ങരുത്. നിന്റെ
കണ്ണു നോക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ്. ഇന്ന് പകൽ 100 പ്രശ്നം നിൻ്റെ ചുറ്റും കാണും, 100 പ്രതിസന്ധി നിൻ്റെ ചുറ്റും കാണും, 100 ആകുലത നിൻ്റെ ഭാവിക്കെതിരെ കാണും, 100 വഴികൾ നിനക്ക് ചുറ്റും അടഞ്ഞതായിരിക്കും. പക്ഷെ ഒരു ഭക്തൻ്റെ കണ്ണ് അടഞ്ഞ വഴികളിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ശൂന്യതയുടെ സാഹചര്യങ്ങളിലുമല്ല, ഭക്തൻ്റെ കണ്ണു മുഴങ്ങാലിരുന്ന് സ്വർഗത്തിലേക്ക് തുറക്കും. ആമേ. നോക്കുമ്പോൾ വചനം പറയുന്നു, സ്വർഗത്തിനകത്തളത്തിൽ നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭണ്ഡാരമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ കരത്തിലെ നന്മയല്ല, ഏതോ വ്യക്തി കൊടുക്കാന്ന് പറഞ്ഞ് ചെറിയൊരു നന്മയല്ല. ഒരു ഭക്തൻ്റെ ഭണ്ഡാരമെന്ന് പറയുന്നത് അത് മാനുഷികമല്ല, അത് ദൈവീക ഭണ്ഡാരമാണ്. ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ? മനുഷ്യനിൽ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കാതെ ഈ പകൽ മുഴങ്കാലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാൻ കഴിയുമെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. ഉലകത്തിൽ ഇതുവരെയും ആരുടെ ജീവിതത്തിലും തുറന്നിട്ടില്ലാത്ത സ്വർഗ ഭണ്ഡാരത്തിലെ കിളിവാതിൽ തുറന്ന് നിനക്കും നിന്റെ ശുശ്രൂഷയ്ക്ക്, നിനക്കും നിന്റെ ഭാവിക്ക്, നിനക്കും നിന്റെ തലമുറയ്ക്ക്, നിനക്കും നിന്റെ കുടുംബത്തിന്, നിനക്കും നിന്റെ സഭയ്ക്ക്, നിനക്കും നിന്റെ ഭാവിക്കും വേണ്ടി എൻ്റെ ദൈവം ഒരുക്കാ, എൻ്റെ ദൈവം ഒരുക്കാ. ഈ പകൽ ശക്തനാണ്, ഈ പകൽ ശക്തനാണ്. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ആരോ പറഞ്ഞു ദൈവദാസന് എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടോ? കുഞ്ഞെ, നീ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിനക്ക് ആവശ്യമായതെല്ലാം സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൽ കരുതിയിട്ടുണ്ട്. ഈ പകൽ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതോ മനുഷ്യനല്ല. ഈ പകൽ സ്വർഗം തുറന്ന് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എൻ്റെ ദൈവം ശക്തനാണ്. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശുശ്രൂഷകളുടെ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ ചലിക്കുന്നു കേട്ടോ. ഏതെങ്കിലും ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവമക്കളെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം വിളിയുള്ള നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരം തുറക്ക. എൻ്റെ ദൈവം ശക്തനാണ്. ഉലകത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരാ. ഈ പകലൊന്ന് വിശ്വസിക്കാമോ? മാനുഷികമായ കരങ്ങളെല്ലാം ശൂന്യമാകുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോൾ ഈ പകൽ പറയണം, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എവിടെയാ കരുതിയത്? സ്വർഗീയ ഭണ്ഡാരത്തിൽ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ ആകാശത്തിലേക്ക് നോക്ക, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? അതുപോലെ ഞാൻ നിന്റെ സന്തതികളെ ആക്കും, അതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് ശൂന്യമായിരിക്കാം, ഇന്ന് കയറിക്കിടക്കാൻ ഭവനം കാണില്ലായിരിക്കാം. എങ്ങനെ ശുശ്രൂഷ തുടങ്ങണമെന്നോ, എവിടെ തുടങ്ങണമെന്നോ, ആരെനിക്ക് വേണ്ടി നന്മ തരുമെന്നോ നിനക്ക് ഒരു ഉറപ്പും കാണില്ല. ജീവിതം തകർന്നിരിക്കുന്നവരെ തോളത്ത് തട്ടിയിട്ട് ദൈവം പറയുക, നീ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിലേക്ക് നോക്ക്. നിനക്കെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ പകലാത്മാവിലൊരു ദൂത് കൈമാറാ. നിനക്കളന്നാൾ അണന്ന് തീർക്കാൻ കഴിയാത്ത രീതിയിൽ അളവില്ലാതെ ചില ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാ. ഇന്നത്തെ സാഹചര്യമല്ല കേട്ടോ, അളവില്ലാത്ത ചില ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ഈ പകൽക്കാലം ആത്മാവ് കൈമാറാൻ പോകുകയാ. നിനക്കളന്നെടുത്ത കാലം മതി, ഇനി നീ അളവില്ലാതെ ചിലർക്ക്
വചനം പറയുന്നു, യോസേഫിന്റെ ഭണ്ഡാരം നിറഞ്ഞപ്പോ, അവൻ അളക്കാൻ കഴിയാത്ത വണ്ണം ധാന്യം കൊണ്ട് നിറഞ്ഞപ്പോ അളവ് നിർത്തി വച്ചെങ്കിൽ, ഈ പകൽ ദൈവാത്മാവെന്നോട് പറയുന്നു, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് നിന്റെ കരത്തിൽ നന്മ കൊണ്ട് എന്റെ ദൈവം തൃപ്തിപ്പെടുത്തു. അനേകർക്ക് അളവ് കൊടുക്ക, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. നമ്മളെന്നും അളന്നു ജീവിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു പദം ഞാൻ പറയാം. നമുക്കൊരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് നന്മ എടുത്ത് പറയും, ഇതാഹാരത്തിന്, ഇത് കുഞ്ഞിൻ്റെ ഫീസിന്, ഇത് ദൈവരാജ്യത്തിന്. നമ്മളെല്ലാം അളന്നളന്ന് മാറ്റി വയ്ക്കുന്നവരാണല്ലേ. പക്ഷെ ആത്മാവിലൊരു ദൂത് കൈമാറാം. അളന്ന കാലങ്ങൾ കഴിയും, അളവില്ലാതെ ദൈവം നിന്നെ നിറയ്ക്കും, അളവില്ലാതെ നിന്റെ ഭണ്ഡാരത്ത് നിറയ്ക്കും. നീ അനേകർക്ക് അളന്നു കൊടുക്കും, അനേകർക്ക് അളന്നു കൊടുക്കും. ഇപ്പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. അളന്ന കാലങ്ങൾ കഴിയും കേട്ടോ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഞങ്ങളുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് അനേക ദൈവദാസന്മാരെ ഉലച്ച നാളുകളാണ് കോവിഡ് എന്നൊക്കെ പറഞ്ഞാൽ. ഞാനും ദൈവദാസനൊക്കെ ഇടയ്ക്കൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം സിൽവർ ജൂബിലിക്ക് വന്നപ്പോൾ ഒരു ദൈവമനുഷ്യൻ തൻ്റെ സാക്ഷ്യം പറഞ്ഞ സമയം കൊടുത്ത സമയത്ത് താനും തൊട്ടുവിട്ടു. ജീവിതത്തിൽ ഇന്ന് വരെ ശുശ്രൂഷയ്ക്കിറങ്ങിയിട്ട് കോവിഡിൻ്റെ കാലം അനുഭവിച്ചതുപോലെ കരുതൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതുപോലൊരു നന്മയുടെ നാളുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. എല്ലാവർക്കും പ്രതികൂലമായിരിക്കാം, പക്ഷേ ഞങ്ങൾ ചെയ്യുക ക്ഷേമമായി പോഷിച്ചു. ക്ഷേമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ അവിടുത്തെ ആരാധനാലയത്തിൻ്റെ പണികൾ ഏകദേശം ചെയ്ത് പൂർത്തീകരിക്കത്തക്ക നിലവാരത്തിൽ അത് കോവിഡ് കൊടികൊണ്ട് നിന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ദൈവദാസന്മാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിതാവ് വിളിച്ചിട്ട് പറയും, പാസ്റ്റർ കടന്നു വരണം, നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ ആലയത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ ആരോടും പറയാറില്ല, ഞങ്ങളൊരു വിശ്വാസികളെയും അറിയിക്കാറില്ല. മറ്റു ദൈവദാസന്മാർ പട്ടിണി കിടക്കുന്നറിയുമ്പോൾ, വേദനയോടെ ഇരിക്കുന്നെന്നറിയുമ്പോൾ, ഞങ്ങൾക്ക് ദൈവം തന്ന നന്മകളിൽ നിന്ന് അവരെ വിളിച്ച് അളന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാക്ഷി പറഞ്ഞത്. ഒരു ദിവസം ഒരു ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിർണയിച്ചു കഴിഞ്ഞ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലോ എല്ലാം പ്രതികൂലമാണേലോ, ആരെല്ലാം ശൂന്യത അനുഭവിച്ചാലോ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഭണ്ഡാരം തുറന്ന ഉലകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അവൻ അളന്നു തരുന്നവനല്ല, അവൻ അളവില്ലാതെ തരുന്നവനാണ്. ഈ പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഞാൻ വിശ്വസിക്കുന്നു അനേക മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആലയമായി ഇത് മാറട്ടെ. അനേക ദൈവസഭകൾക്ക് രൂപം കൊടുക്കുന്ന ആലയമായി മാറട്ടെ. അനേക ദൈവദാസന്മാരെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഇടമാ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇത് മാറട്ടെ. ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഈ വചനം റിലീസ് ചെയ്യുക. സ്നേഹിത, ഇന്ന് പകൽക്കാല പരിമിതികൾക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. പരിമിതികളില്ലാതെ പിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുമേ. അബ്രഹാമിനോട് പറയുന്നു, നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ, അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. എന്തു തരും? സന്തതികളെ തരും. വേഗത്തിൽ പോട്ടെ, എൻ്റെ ചിന്ത അതല്ല. പക്ഷെ വചനം പറയുന്നു, അബ്രഹാം 25 വർഷം കാത്തിരുന്നു. എന്തിനു വേണ്ടി? ദൈവം പറഞ്ഞ വാഗ്ദത്തം ലഭിക്കാൻ. സ്നേഹത്തോടെ ഞാൻ പറയാം, പ്രിയരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ചില കാത്തിരിപ്പുകൾ ആവശ്യമാണ് കേട്ടോ. ദൈവിക ദൂതുകൾ, ദൈവിക പ്രവചനങ്ങൾ, ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടാൻ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? വിശ്വാസത്തോടെ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? വിശ്വാസത്തോടെ കാത്തിരിക്കണം. അടുത്തെങ്ങനെ കാത്തിരിക്കണം? വിശ്വസ്തയോടെ കാത്തിരിക്കണം.
എങ്ങനെ കാത്തിരിക്കണം? വിശ്വസ്തയോടെ കാത്തിരിക്കണം. വിശ്വാസം, വിശ്വസ്തത, വിശ്വാസം, വിശ്വസ്തത. ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വചനം പറയുന്നു, നിന്നെ ദൈവം പരിശോധിക്കുന്നവനാണ്. പരീക്ഷിക്കുന്നവനല്ല, എൻ്റെ ദൈവം നിന്നെ ശോധന ചെയ്യുന്നവനാണ്. വാഗ്ദത്തം കേട്ടതുകൊണ്ട് ജീവിതം എല്ലാമായെന്ന് കരുതില്ല. എനിക്കറിയാം എത്രയോ ശക്തമായ വാഗ്ദത്തം കേട്ടവർ, എത്രയോ ശക്തമായി ശുശ്രൂഷിച്ചിരുന്നവർ, എത്രയോ വലിയ ദൈവസഭയുടെ നേതൃനിരയിൽ നിന്നവർ, എത്രയോ വലിയ ശക്തന്മാരായിരുന്നവർ ഇന്ന് പകൽക്കാലം ആരാധന വിട്ട് ശുശ്രൂഷ തീർന്നു, എല്ലാം തീർന്നു, ശൂന്യമായി, ഒന്നുമില്ലാതെ ഏതുമില്ലാതെ എവിടെയൊക്കെ മൂടപ്പെട്ടു പോകുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയാ, ആമേൻ, വാഗ്ദത്തത്തിനുള്ള കാത്തിരിപ്പ് നിനക്ക് ലഭിക്കണമെങ്കിൽ വചനം പറയുന്നു, നീ വിശ്വസ്തയോടെ നിൽക്കുന്നവനായി തീരണം. അതുമാത്രമല്ല, നിനക്ക് വിശ്വാസമുണ്ടാകണം. വിശ്വാസം, വിശ്വസ്തത. ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വാസം, വിശ്വസ്തത. ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലേ വാഗ്ദത്തം നിനക്ക് ലഭിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഇതില്ലെങ്കിൽ കൊട്ടിയും പാടിയൊക്കെ അങ്ങ് പോകാം. ഹലോ, അത് ലഭിക്കാത്തത് ഇന്നാൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അത് ലഭിക്കാത്തത് ഇന്നാൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അത് ലഭിച്ചത് ഇന്നാൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരസ്പരം പഴിചാരി പോകാൻ കഴിയും. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത, അത് നിറവേറണമെങ്കിൽ നീ വിശ്വസ്തയോടെ നിൽക്കണം, നിനക്ക് വിശ്വാസമുണ്ടാകണം. ഹല്ലേലൂയ. 1-2 അല്ല പ്രിയരെ, നീണ്ട 25 വർഷക്കാലം അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു, ദൈവസന്നിധിയിൽ വിശ്വാസമുള്ളവനായിരുന്നു. വചനം പറയുന്നു, 25 വർഷം തികഞ്ഞപ്പോൾ താൻ ആഗ്രഹിച്ചിരുന്ന വാഗ്ദത്തം തൻ്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന വാഗ്ദത്തം 25ാമത്തെ വർഷം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഞാൻ കൊതിക്കുന്നു ഈ ആണ്ടിൽ നമ്മിൽ വെളിപ്പെടട്ടെ, നമ്മുടെ ആലയങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മുടെ ശുശ്രൂഷ ഇടങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മുടെ തലമുറകളിൽ വെളിപ്പെടട്ടെ, ഈ ശൂന്യമായ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ദൈവാത്മാവ് കൃത്യമായി ദൂത് പറയുക കേട്ടോ, ചില വാഗ്ദത്ത നിവർത്തി കണ്ണുകൊണ്ട് കാണാനുള്ള സമയം അതിക്രമിച്ചു പോയി കേട്ടോ. നീ കാണാൻ തുടങ്ങാൻ പോകുക ചില വാഗ്ദത്ത നിവർത്തി, ചില പെൻഡിങ്ങിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാ. അത് സമയമായെന്ന് ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. വിശ്വസിക്കാമെങ്കിൽ മമ്മ കരമടിച്ചു വായ്കളെ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽക്കാലം വിശ്വാസം ചലിക്കുന്നുണ്ടെങ്കിൽ അസാധ്യമെന്ന് ലോകം പറഞ്ഞ ചിലത് സാധ്യമായി വെളിപ്പെട്ടു വരും. കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ മമ്മ, വൈഡപരം ദുരപക്ഷപരം ധരഘടകപരാജലഘടകപരാജലഘടകാരം ഈ പകൽ ദൈവാത്മാവ് കൃത്യമായി ആരെയൊക്കെ തൊടുന്നു കേട്ടോ. ജീവിതത്തിന്റെ ഏതോ മേഖലകൾക്കകത്ത് ആമേ വാഗ്ദത്തത്തെ തുടഞ്ഞ ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ വെട്ടിമാറ്റി ദൈവകൃപ ചിലരുടെ കൂടാരത്തിനകത്ത് വ്യാപരിച്ചിറങ്ങുക. ദൈവകൃപ ചിലരുടെ കൂടാരത്തിനകത്ത് വ്യാപരിച്ചിറങ്ങുക. ഇമ്മലകളിൽ അടക്കി വന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, കൂടാരങ്ങൾ വിട്ട്, ശരീരങ്ങൾ വിട്ട് വഴിമാറിയിട്ട് ചില ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തികൾ, വർഷങ്ങൾ പഴക്കമുള്ള വാഗ്ദത്തങ്ങൾ, ചില നിർജീവമെന്ന് ലോകം പറഞ്ഞ സാറയുടെ ഉദരത്തിനകത്ത് വാഗ്ദത്തത്തിന്റെ ഇസഹാക്ക് ജനിച്ചതുപോലെ ഈ പകൽക്കാലം നിർജീവമെന്ന്, ഇനി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾക്കകത്തുനിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഈ പകൽ ഗർഭം ധരിക്കട്ടെ. ശാരാബാര ധൂരബലച്ചന വൈഡബരംദ അർത്ഥപരന്തര വൈഡപരന്തര വക്ഷപരന്തര വൈഡപരന്ത. കരമടിക്കുന്നെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ മമ്മ, വചനം പറയുന്നു ഉദാസീനതയോടെ അവൻ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം ഊനമുള്ള യാഗം ദൈവത്തിന് അർപ്പിക്കരുത്. ഈ പകൽ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ മമ്മ, ഈ പകൽ ദൈവത്തിന്റെ ശക്തി ജലിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം ജലിക്കുക, ദൈവത്തിന്റെ മഹത്വം ജലിക്കുക. ഈ പകൽക്കാലം അടഞ്ഞുപോയ വാതിലുകൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില വാഗ്ദത്തങ്ങൾ ഈ പകൽ പുറത്തു വരികയാ.
സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഈ സന്ധ്യാസമയത്ത് അതങ്ങനെ സംഭവിക്കട്ടെ. ചിലരുടെ കൂടാരത്തിനകത്ത് കൃപയുള്ള ചിലത് പുറത്തു വരട്ടെ. വാഗ്ദത്തത്തിന്റെ ഇസഹാക്കുമാർ പുറത്തു വരട്ടെ. വർഷങ്ങൾ ഒരേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരേ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം പറയുക, ആ വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്നു, ആ വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്നു, ആ ദൈവ പ്രവർത്തികൾ പുറത്തു വരുന്നു. പ്രിയരെ, അബ്രഹാം എത്ര വർഷം പ്രാർത്ഥിച്ചു? 25 വർഷം പ്രാർത്ഥിച്ചു. എത്ര വർഷം? 25 വർഷം പ്രാർത്ഥിച്ചു. വചനം പറയുന്നു, നോഹ ഈ 120 വർഷം പ്രസംഗിച്ചു. എത്ര വർഷം? 120 വർഷം. കാലപ്പഴക്കം കൊണ്ട് ദൈവം പറഞ്ഞത് ദൈവം മറക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഹലോ, 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 ഏറിയാൽ 80. അതിൻ പ്രതാപം കഷ്ടതയും ദുഃഖവും എന്നൊക്കെയാ വചനം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസ് കഴിഞ്ഞിട്ടും ഒരുവൻ വാഗ്ദത്തം കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നു. ഈ പകൽക്കാലം കാലങ്ങൾ എത്ര പഴകിയാലും, നിന്റെ ശരീരത്തിൻ്റെ ചൊക്ക് തുളുങ്ങിയാലും, നിന്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയാലും, നിന്റെ കാലുകൾ ഇടറിയാലും, സാറേ നിനക്കിന്ന് 90 വയസ്സായാലും, നിന്റെ ഗർഭപാത്രം ചുരുങ്ങിയാലും, നിന്റെ ശരീരം ശൂന്യമാണേലോ, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിർജീവമെന്ന് പറയുന്ന ഉദരത്തിനകത്ത് വാഗ്ദത്തത്തെ തരാൻ കഴിയുന്നവരാണ് എൻ്റെ ദൈവമെങ്കിൽ ഈ പകൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ലോകം അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തികൾ. What a mighty presence. ഈ പകൽക്കാലം എല്ലാ ഞായറാഴ്ചയും വന്നിരുന്ന് പൊടി തട്ടിപ്പോകുന്ന ലാഘവത്തിനകത്ത് ഇതിനകത്ത് ഇരിക്കരുത്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവം പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് നിന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ പോവുക. പിന്നെ മാത്രമല്ല, നിന്റെ പിതാക്കന്മാർ കേട്ട ദൈവശബ്ദം നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോവുക. ഈ പകൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. വർഷങ്ങൾ പഴക്കമുള്ള വാഗ്ദത്തങ്ങൾ എൻ്റെ ദൈവം ഈ പകൽ ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവാത്മാവ് ചലിച്ചു തുടങ്ങുക. ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവാത്മാവ് ചലിച്ചു തുടങ്ങുക. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ശക്തികൾ, ഇരുട്ടിന്റെ റിബാലധരകൾ, പാരമ്പര്യ മണ്ഡലങ്ങൾ വെട്ടേറ്റു വീണിട്ട് ഈ വചനം കൃത്യമായി പറയുന്നു. 25ാമത്തെ വർഷം വാഗ്ദത്തം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരും ദൈവിക സഭയും നിയോഗത്തോടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അടിസ്ഥാനമിട്ട
ദൈവിക പ്രവർത്തനങ്ങൾ 25 വർഷം തികഞ്ഞു നിൽക്കുമ്പോൾ അവനോട് പറയുന്നു, ആമേ, സന്തോഷത്തിൻ്റെ ഇസഹാക്കുമാർ വെളിപ്പെട്ടു വരികയാണ്. വാഗ്ദത്ത നിവർത്തികൾ വെളിപ്പെട്ടു വരികയാ. 25 വർഷം മുമ്പ് പിതാക്കന്മാർ കേട്ട ദൈവ ശബ്ദങ്ങൾ ഇവാത്മാവ് പറയുന്നു, അത് വാഗ്ദത്തമായി പുറത്തു വരികയാ. ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരികയാ. അബ്രഹാമേ, 25 വർഷം കഴിയുമോ നിന്റെ ഭാര്യയുണ്ടല്ലോ സാറായി, അവളൊരു മകന് ജന്മം കൊടുക്കുക. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഇസഹാക്ക് എന്ന വാക്കിന് അർത്ഥം ചിരി. ഇന്ന് മകൾ ദൈവം തൂത് കൈമാറുക. സന്തോഷത്തിന്റെ ചില വാർത്തകൾ, സന്തോഷത്തിന്റെ ചില വാഗ്ദത്ത നിവർത്തികൾ നിനക്ക് ചിരി വരുത്തുന്ന, നിനക്ക് നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷം തരുന്ന, നിന്റെ ഹൃദയത്തെ ആനന്ദത്താൽ നിറയ്ക്കുന്ന ചില ദൈവിക വാഗ്ദത്ത നിവർത്തി. ഷാരാവാര വൈഡാവാല ഹട്ടാവാര റീബരവക്ഷബരന്തര വൈഡവരന്തര ഘടകവരാദല ഘടക റീബരവക്ഷബരഗതേ റീബര വൈക്ഷബരന്തര വൈഡവരന്ത. സന്തോഷത്തിൻ്റെ ചില വാർത്തകൾ, സന്തോഷത്തിൻ്റെ ചില വാർത്തകൾ ആരുടെയൊക്കെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു വരിക. ലൈവിലൂടെ എന്നെ കാണുന്ന ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില വാഗ്ദത്ത നിവർത്തികൾ സംഭവിക്കുമോ. നിന്റെ കൂടാരത്തിനകത്ത് സന്തോഷം വെളിപ്പെടും, നിന്റെ കൂടാരത്തിനകത്ത് ആനന്ദം വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ പറ, വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടാൽ ഞാൻ സന്തോഷിക്കും. ആമേൻ. അബ്രഹാമിന്റെ കൂടാരത്തിൽ ജനിച്ച തലമുറയുടെ പേര് ഇസഹാക്ക്. ഇസഹാക്ക് എന്ന വാക്കിനർത്ഥം ചിരി. ആമേൻ. ഇന്ന് പകൽക്കാല ചിരിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ചിരി എന്ന വാക്കിനർത്ഥം സന്തോഷം. നിന്റെ കൂടാരത്തിനകത്ത് വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടാൽ നീ ഹൃദയം ആനന്ദിക്കും, നീ ഹൃദയം സന്തോഷിക്കും. മലകളിൽ നീ കേട്ട കുത്തുവാക്കുകൾ, മലകളിൽ നീ കേട്ട അപമാനങ്ങൾ, മലകളിൽ നീ കേട്ട നിന്ദകൾ, മലകളിൽ നീ കേട്ട ശാവാരതലകൾ, വേദനാജനകമായ വാക്കുകൾ നിന്റെ നാളുകളിൽ നീ നിൽക്കുമ്പോൾ പറയും, ഇത്രയും സന്തോഷം എന്നിൽ വെളിപ്പെടുത്ത എൻ്റെ ദൈവത്തിന് കൃപ തോന്നിയല്ല. അതുപോലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. വചനം പറയുന്നു, ഇസഹാക്ക് എന്ന വാക്കിനർത്ഥം ചിരി. ഇസഹാക്ക് ജനിച്ചു. അബ്രഹാം വാഗ്ദത്തത്തിലേക്ക് നടക്കുകയാണ്. വേഗത്തിൽ പോകട്ടെ. പക്ഷെ വേദപഠിതാക്കളും വേദപുസ്തകത്തിൻ്റെ താളുകൾ നമ്മെ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു, ചില നാളുകൾ കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 25 നീണ്ട വർഷങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലിയൊരു പരീക്ഷ. എന്താണ് ആ പരീക്ഷയുടെ പ്രത്യേകത? വചനം ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന് ജനിച്ച തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ ദൈവത്തിന് യാഗമർപ്പിപ്പാൻ ദൈവത്തിൻ്റെ അരുളപ്പാട്. ആമേൻ. ഏതപ്പനാ സഹിക്കുന്നേ? ഏതമ്മയ്ക്കാ സഹിക്കുന്നേ? എന്ത്? തൻ്റെ കുഞ്ഞിനെ യാഗമാക്കണമെന്ന്. പ്രിയരെ, ഞാനിങ്ങനെ പറയാം, ഈ ദൈവശബ്ദം അബ്രഹാം കേട്ടിട്ടും വേദപുസ്തകത്തിനകത്ത് സാറായോട് പോയി പറഞ്ഞതായി കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ അനുഭവിക്കേണ്ട വേദന സാറായോട് പറഞ്ഞാൽ ഒരു പക്ഷേ ദൈവം പറഞ്ഞ കൽപ്പന അവന് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ അവളൊരു ഇടർച്ചയായി വന്നേക്കാം. പക്ഷെ ഭക്തൻ കേട്ടോ, 25 വർഷം കാത്തിരുന്ന് ജനിച്ച തലമുറ ദൈവത്തിന് യാഗമാകണമെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, എബ്രായ ലേഖനകർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ധന്യനായ പൗലോസ് ലീഗയുടെ ഭാഷയിൽ പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ യാഗമാക്കണമെന്ന് ദൈവം പരീക്ഷിച്ചപ്പോൾ, എന്ത്? ദൈവം പരീക്ഷിച്ചപ്പോൾ ഇസഹാക്കിനെ അബ്രഹാം യാഗമാക്കി.
എൻ്റെ ചോദ്യം, തൻ്റെ ഏകജാതനായ മകൻ 25 വർഷം കാത്തിരുന്ന് ലഭിച്ച തലമുറ, വചനം ഇങ്ങനെ പറയുന്നു, ആ ഏകജാതനായ മകനെ മോറിയാദേശത്തുള്ള ആ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഇത് പരിശോധനയാണെന്ന് തിരിച്ചറിയാതെ, പക്ഷെ ദൈവം ഇഷ്ടം അതാണെങ്കിൽ അതും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അബ്രഹാം തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചു. വിറക് കീറി കത്തിയെടുത്തു, തീയെടുത്തു, വിറക് കെട്ടി യാഗാമേ കരവും പിടിച്ച് മോറിയാദേശത്തിലേക്ക് നടന്നു പോകുമ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, 3-ാമത്തെ പകൽ മോറിയാദേശത്തെത്തി. വചനം ഇങ്ങനെ പറയുന്നു, ഭൃത്യന്മാരെ മലയുടെ താഴ്വാരത്തിൽ നിർത്തിയിട്ട്, സഹായികളെ മലയുടെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് അബ്രഹാം ഇസ്ഹാക്കിൻ്റെ കരം പിടിച്ച് മോറിയാദേശത്തിലേക്ക് കടന്നു പോകുക. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്താണ് പ്രിയരെ അബ്രഹാമിനെ പരീക്ഷിക്കാൻ ദൈവത്തിന് തോന്നിയത്? ദൈവത്തിനൊരു തോന്നൽ. വരാനുള്ള കാരണം എന്തെന്നറിയാമോ? ദൈവത്തിനൊരു തോന്നലുണ്ട്. അവൻ ഇസഹാക്ക് കൊണ്ട് ഒതുങ്ങേണ്ടവനല്ല. ഇസഹാക്കിൽ നിന്ന് പുറത്തു വരുന്ന അബ്രഹാമിൻ്റെ സന്തതികൾ ഒരു രാജ്യമാകേണ്ടതാണ്. ഞാനതിനെ രാജ്യമാക്കാനാ വിളിച്ചു പുറത്തിറക്കിയത്. അതുകൊണ്ട് അവനിൽ വെളിപ്പെടേണ്ടത് വലിയ മഹത്വമായതുകൊണ്ട് അവൻ അതിന് യോഗ്യനാണോ എന്ന് പരിശോധിച്ചറിയണം. ജീവിതത്തിൻ്റെ പരിശോധനയുടെ നാളുകളിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവം വേണ്ടെന്ന് പറഞ്ഞു പോകരുത്. ഈ ദൈവം പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് നീ പറയരുത്. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ പരിശോധനയുടെ നാളുകളിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത പരിശോധന എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് താങ്ങാൻ കഴിയുന്ന പരിശോധന വെളിപ്പെട്ടു വരുമോ? ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, ഞാൻ എന്നെക്കാൾ അധികമാ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ അങ്ങ് തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അങ്ങ് തരാത്തവ ഞാൻ ഇന്ന് പകലൊന്നും അനുഭവിക്കുന്നില്ല. ഞാൻ ആയതുമാകുന്നത് അങ്ങയുടെ കൃപയാലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ അങ്ങനെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. പ്രിയരെ, ദൈവം നിന്നെ പരിശോധിക്കുന്ന എന്തിനെന്നറിയാമോ? നിന്നിലൂടെ വലുത് പുറത്തു തരാനാ. നിന്നിലൂടെ വലിയ ദൈവമഹത്വം പുറത്തു വരാനാ. നമ്മൾ പരിശോധനയുടെ നാളുകളിൽ നമ്മൾ ഈ കളിക്കില്ലെന്ന് പറഞ്ഞു പോകുക. ദൈവ വഴി വിട്ടുപോയ എത്രയോ പേര് എനിക്കറിയാമെന്നറിയാമോ? ദൈവത്തെ മറന്നു ജീവിച്ച എത്രയോ പേര് എനിക്കറിയാമെന്നറിയാമോ? ലൈവാണെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വ്യക്തി ഞങ്ങളുടെ ആലയത്തിലേക്ക് വന്നു. അന്ന് എനിക്ക് പാലിയോടിനടുത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കുള്ള സെക്ഷൻ കഴിഞ്ഞ് രാത്രിയത്തെ സെക്ഷൻ്റെ ഗ്യാപ്പിൽ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് അറിയാനും 1-2 കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ വന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു അങ്കിൾ ഓടി വന്ന് കയറിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് സഭയിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം. ഞാൻ തിരിച്ചു ചോദിച്ചു, അങ്ങളെ എങ്ങനെയുണ്ട് ജീവിതം? എന്നോട് പറഞ്ഞ മറുപടി, പാസ്റ്റേ എന്ത് ജീവിതമോ പാസ്റ്റേ, എൻ്റെ ജീവിതം എല്ലാം തകർന്നു. ഞാൻ അന്ന് വരുമ്പോൾ വലിയ കോൺട്രാക്ടറായിരുന്നു. ഇന്ന് എൻ്റെ കരം മുഴുവനും ശൂന്യമാണ്. ആ വ്യക്തി പറഞ്ഞ വാക്ക് ഞാൻ ഇങ്ങനെ പറയാം, ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ചത് കൊണ്ട് ദൈവം ഒത്തിരി വാതിലുകൾ എനിക്ക് തുറന്നു തന്നു. ഒത്തിരി ബിസിനസ്സുകൾ ഞാൻ ചെയ്തു, അനേകം നന്മകൾ ഞാൻ വാങ്ങിക്കൂട്ടി. പക്ഷേ എൻ്റെ കുടുംബം പറഞ്ഞു, നന്മയൊക്കെ ആയല്ലോ, ഇനി ഈ ദൈവത്തെ വേണോ? നന്മയൊക്കെ, ഞാൻ കളവ് പറയുന്നതല്ല, ലൈവ് പോകുന്ന മീറ്റിംഗാ. ഈ ദൈവത്തെ വേണോ? കുടുംബക്കാരെന്ത് കരുതുമെന്നും
കൂട്ടുകാരെന്ത് കരുതുമെന്നും മക്കളെന്ത് കരുതുമെന്നും പറഞ്ഞ് അറിഞ്ഞ സത്യദൈവത്തെ വിട്ട് അവർ തിരിച്ചു മടങ്ങിപ്പോയി. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞെൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതാ, പാസ്റ്ററേ, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി കഴിഞ്ഞ ഇത്രയും വർഷം ഞാൻ ജീവിച്ചു, സത്യദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചു. പക്ഷെ അവരുടെ ഇഷ്ടത്തിന് പോയപ്പോൾ ദൈവം തന്നതെല്ലാം ദൈവം തിരിച്ചെടുത്തു. ദൈവം തന്നതെല്ലാം ദൈവം തിരിച്ചെടുത്തു. ഞാൻ വാങ്ങിക്കൂട്ടിയതെല്ലാം ഓരോന്നായി വിറ്റു വിറ്റ് വിറ്റുപോയി. എൻ്റെ വഴികളെല്ലാം അടഞ്ഞു. എൻ്റെ തലമുറകൾ രണ്ടും ജയിലിലായി. തലമുറകളെ പുറത്തെടുക്കാൻ എങ്ങനെ സാധിക്കുമോ എന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങൾ വന്നു. എന്നോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാമെന്ന് ഒരുങ്ങിയിരുന്നപ്പോൾ ദൈവം ഇടപെട്ടു. മകനെ, നിനക്കിന്നലെ ഒരു നല്ല കാലമില്ലായിരുന്നോ? എന്നെ ആരാധിച്ചപ്പോൾ നിനക്കൊരു നല്ല കാലമില്ലായിരുന്നോ? നീ മടങ്ങി വാ, ഞാൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം താൻ നമ്മുടെ മറ്റൊരു ചർച്ചിൽ വന്നിരുന്നു. പക്ഷെ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് പറയുക, അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. പരിശോധനയുടെ നാളുകളിൽ ഓടരുത് കേട്ടോ, തകർന്നു പോകാൻ സാധ്യതയേറെ. ഞാനെപ്പോഴും പറയും, നമ്മളൊക്കെ കേൾക്കുന്ന ദൂത് ജീവന്റെ ദൂതാണ്, നമുക്ക് സന്തോഷം തരുന്ന ദൂതാണ്, ആനന്ദം വരുന്ന ദൂതാണ്. ദൈവം നമ്മെ മാനിക്കുമെന്നും ദൈവം നമ്മെ ഉയർത്തുമെന്നും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ദൂതുകളാണ് നമ്മൾ കേൾക്കുന്ന 90-ൽ 99%. പക്ഷെ 25 വർഷം ദൈവകൃപയിൽ നടന്നവൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേട്ട ദൂത് മരണത്തിൻ്റെ ദൂതാ. എന്ത്? തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കണം. അബ്രഹാം കേട്ട ദൂത് സന്തോഷത്തിൻ്റെയല്ല, അബ്രഹാം കേട്ട ദൂത് മരണത്തിൻ്റെയാ. പക്ഷെ എങ്കിലും അബ്രഹാമിന് മനസ്സിലായി, തന്നത് ദൈവമാണെങ്കിൽ തിരിച്ചു ചോദിക്കാൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കൽ യോബ് പറഞ്ഞു, 10 തലമുറകൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ ഒട്ടകങ്ങൾ സകലതും നഷ്ടപ്പെട്ടു. തൻ്റെ ഭാര്യ പറഞ്ഞു, യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തൂടെ? ആമൻ ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടുമ്പോൾ ആമൻ ചത്തുകളയാൻ ഭാര്യ പറയുമ്പോൾ, ദൈവത്തെ തള്ളിപ്പറയാൻ പറയുമ്പോൾ അവൻ പറയുന്നൊരു മറുപടിയാണ്, എടാ പൊട്ടിയെ പോലെ നീ സംസാരിക്കുന്നതെന്ത്? ദൈവം തമ്മവല്ലേ, ദൈവം മടക്കിയെടുത്തുള്ളൂ. ദൈവം തരാത്തതൊന്നും മടക്കിയെടുത്തിട്ടില്ലല്ലോ. ഈ പകൽ ദൈവാത്മാവ് പറയുക, പരിശോധനയുടെ നാളുകളിൽ നീ തളർന്നു പോകരുത്. ഈ പകലും പറ, എന്റെ ദൈവം ഈ പകലും ജീവിക്കുക. അബ്രഹാം പറയുന്നു കേട്ടോ, ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ദൂത് കൂടാരത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ മടിച്ചില്ല. ഇപ്പകൽ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ദൈവത്തെക്കാൾ എന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ എന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ സത്യദൈവത്തെക്കാൾ എന്തിനെങ്കിലും നീ സമയം കൊടുക്കുന്നുണ്ടോ? സത്യദൈവത്തെക്കാൾ എന്തിനെങ്കിലും വലിയ വില കൊടുക്കുന്നുണ്ടോ? ചിലരൊക്കെ പറയുന്നത് കേട്ടു, നരകത്തിൽ പോയാലും എനിക്ക്. ഹലോ, ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, പ്രിയ കൂടപ്പിറപ്പേ, ഏത് രാജ്യത്തിരുന്ന് ഏത് കേട്ടാലും, ഈ ഹോളിന്റെ ഏത് മൂലക്കകത്തിരുന്ന് ഈ ദൂത് കേട്ടാൽ നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരരുത്. പിന്നെ നരകത്തിൽ പോകാനല്ല, എൻ്റെ അരുമനാഥ ചങ്കിലെ ചോര അവസാന തുള്ളി രക്തവ് ഊറ്റിക്കൊടുത്ത് പിന്നെ വിലക്ക് വാങ്ങി നിത്യ നരകത്തിനടിമയാകാനല്ല, പിശാചിന്റെ തലയെ തകർത്ത് മരണത്തിന്റെ പാശങ്ങളെ എഴിച്ച് പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്.
പരിശോധനയുടെ നാളുകളിൽ ഏലിയാവ് പറഞ്ഞതുപോലെയൊക്കെ പറയും, മതി യഹോവേ എൻ്റെ പ്രാണനെ. നമ്മളൊക്കെ പുതുനിയമത്തിൻ്റെ ഏലിയാവായത് കൊണ്ടായിരിക്കാം ചിലരൊക്കെ പറയും, ചത്തിട്ട് നരകത്തിൽ പോയാലും എനിക്ക്. നീ വല്ലതും അറിഞ്ഞിട്ടാണോ വായി കൊണ്ട് പറയുന്നേ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു പിതാവ് കേൾക്കുക, നിന്റെ കുഞ്ഞിനെ എനിക്ക് യാഗമാക്കണം. അവളെപ്പോഴും മടിച്ചില്ല. ദൈവവചനം പറയുന്നു, അബ്രഹാം ആരോടും പറയാതെ തൻ്റെ ഭൃത്യന്മാരോട് താൻ പതുപോലെ ചെയ്യുന്നത് പോലെ യാഗത്തിനൊരുക്കി ഈ യാഗവസ്തുവായി ഇസഹാക്കിൻ്റെ കരം പിടിച്ച് മോറിയാദേശത്തേക്ക് നടന്നുപോയി. ഇന്ന് പകൽക്കാലം ആത്മാവിൽ തൂത് കൈമാറാം. പരിശോധനയുടെ നാളുകളിൽ ദൈവം തന്നത് തിരിച്ചു ചോദിച്ചാൽ, ഈ പകൽക്കാല നീ എന്താണ്, നിൻ്റെ സാഹചര്യം, നിൻ്റെ തീരുമാനം എന്താണ്? ഈ പകൽ ദൈവാത്മാവ് ചോദിക്കുക. ആമേൻ. പത്രോസിനോട് ചോദിച്ചു, ശിമോനെ, നീ ഇവയേക്കാളധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷയേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളേക്കാൾ, നിന്റെ ജീവിതത്തേക്കാൾ, നിന്റെ ഭവനത്തേക്കാൾ, ഇവയേക്കാൾ അധികം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, സ്വന്തം ഏകജാതനായ മകനെ കാൾ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. എന്തിനേക്കാൾ? 25 വർഷം കാത്തിരുന്ന് ലഭിച്ച തലമുറയേക്കാൾ, തൻ്റെ സ്വന്തം ചോരയിൽ നിന്ന് പിറന്ന കുഞ്ഞിനേക്കാൾ അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാം. വചനം പറയുന്നു, അബ്രഹാം മോറിയാദേശത്ത് പോയി യാഗപീഠം പണിതു, വിറകടുക്കി. വേഗത്തിൽ പോട്ടെ. ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ എല്ലാം റെഡിയാണ്, കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പോഴും വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ഇസഹാക്കിൻ്റെ കരം പിടിച്ച് മോറിയാദേശത്തിൽ യാഗപീഠം പണിയുമ്പോൾ, ഇന്ന് പകൽക്കാലം അബ്രഹാം അറിഞ്ഞില്ല പ്രിയരെ, അവനെ ദൈവം പരിശോധിക്കുമായിരുന്നു എന്ന്. ഈ പകൽക്കാലം പലപ്പോഴൊക്കെ ദൈവം മൗനമായി നിന്നെ പരിശോധിക്കുമ്പോൾ നിനക്കറിയില്ല ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി. യാഗപീഠം പണിതു, യാഗവസ്തുവിനെ കൈകാലുകൾ കെട്ടി കിടത്തുന്നത് പോലെ ഇസഹാക്കിൻ്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിൻ്റെ മേൽ വച്ചു. ഇന്ന് പകൽക്കാലം കേട്ടോ, അമ്മയെ തൻ്റെ കൊണ്ടുവന്ന് താൻ കത്തിയെടുത്തു. ഇസഹാക്കിൻ്റെ കഴുത്തോളം കത്തി ഓങ്ങി വെട്ടാൻ പോയപ്പോൾ ഒരു വിളി ഉയരങ്ങളിൽ നിന്ന് വന്നു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചത് കണ്ടോ? കഴുത്തിനും കത്തിക്കുമിടയിൽ ശൂന്യമായൊരു ഗ്യാപ്പിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കഴിഞ്ഞാൽ ബാലൻ മരിക്കും. പക്ഷേ ആ സെക്കൻഡുകൾക്കകം ദൈവശബ്ദം അവൻ കേട്ടു. ദൈവശബ്ദം അവൻ കേട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇസഹാക്കിനെ മാറ്റ്. അവിടെ ഒരു മലഞ്ചെരുവിൽ ഒരു ആട്ടുകൊറ്റൻ കിടപ്പുണ്ട്. ആട്ടുകൊറ്റനെ എടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ എനിക്ക് യാഗമർപ്പിക്കണം. ഇന്ന് പകൽക്കാലം കേട്ടോ, യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് മല കയറിയവൻ, മോറിയാദേശത്തിലെ മല കയറിയവൻ, വചനം പറയുന്നു, ദൈവം അവന് വേണ്ടി കരുതി. ദൈവം അവന് വേണ്ടി കരുതി. എൻ്റെ പ്രസംഗത്തിൻ്റെ ആഴത്തിലേക്ക് പോകട്ടെ. വചനം പറയുന്നു, ദൈവം അബ്രഹാമിന് വേണ്ടി കരുതിയപ്പോൾ അബ്രഹാം ആട്ടുകൊറ്റനെ ആട്ടുകൊറ്റനെ ഈ യാഗമാക്കി. പക്ഷെ നമ്മൾ വായിച്ച കുറിവാക്യം ഒന്ന് വായിക്കാമോ? നോക്കേ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആരെ യാഗമാക്കി? സത്യത്തിൽ എൻ്റെ ചോദ്യം, ഇസഹാക്കിനെ ആണോ യാഗമാക്കിയേ? ഇസഹാക്കിനെ ആണോ യാഗമാക്കിയേ? ഇസഹാക്കിൻ്റെ കഴുത്താണോ അറുത്ത് രക്തമൊഴുക്കിയത്? ഹലോ,
ഇസഹാക്കിനെ അറുത്താണോ കഴുത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റായി ഒഴുക്കി അവന്റെ മാംസങ്ങൾ വെട്ടിയെടുത്ത് യാഗപീഠത്തിൽ വെച്ച് തീയിട്ട് ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചത്? അല്ല സ്നേഹിത, വേദപുസ്തകം പറയുന്നു അബ്രഹാം യാഗമർപ്പിച്ചത് ഇസഹാക്കിനെയല്ല, യാഗമർപ്പിച്ചത് ദൈവം കരുതിയ ആട്ടുകൊറ്റനെയാണ്. ആട്ടുകൊറ്റന്റെ കഴുത്തറുത്ത് തോലുരിച്ച് മാംസം വെട്ടിയെടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ കിടത്തി യാഗവസ്തുവിനെ പോലെ തീ കൊളുത്തി ദൈവത്തിന് സൗരഭ്യവാസന മണക്കുമാറ് യാഗമർപ്പിച്ചപ്പോ കണ്ടോ, പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഭക്തൻ വെട്ടിക്കീറിയത് സ്വന്തം മനുഷ്യമേ മകന്റെ ശരീരമല്ല, ആട്ടുകൊറ്റന്റെ ശരീരം യാഗമർപ്പിച്ചപ്പോ എന്റെ ദൈവം പറയുന്നു, ഇല്ലില്ല, അബ്രഹാം യാഗമർപ്പിച്ചത് തന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. സത്യത്തിൽ ഇസഹാക്കാണോ യാഗമാക്കിയത്? ആട്ടുകൊറ്റനല്ലേ യാഗമാക്കിയേ? പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞത് കേട്ടോ, ഇസഹാക്കിനെ അവൻ യാഗമർപ്പിച്ചു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ദൈവത്തിനറിയാം, ഞാൻ പരീക്ഷിച്ചാൽ സ്വന്തം മകനാണെന്ന് പോലും അവൻ നോക്കില്ല, എനിക്കവനെ യാഗമായി അവൻ തരും. അവിടെയാണ് ആരാധന. എന്താണ് ആരാധന? ചടങ്ങല്ല സ്നേഹിത, ആരാധന. ആരാധന അനുസരണമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ആരാധന കയ്യടിയല്ല, ആരാധന അന്യഭാഷയല്ല, ആരാധന അനുസരണമാണ്. ആരാധന. അബ്രഹാം എങ്ങനെയാ യാഗമർപ്പിച്ചേ? ദൈവത്തെ അനുസരിച്ചപ്പോ അവിടെ കിടത്തിയ ആട്ടുകൊറ്റൻ ദൈവത്തിന് മനസ്സിലായി ഇസഹാക്കിന് പകരമാണ്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? നിന്റെ കയ്യടിയല്ല, നിന്റെ സ്വാത്രകാഴ്ചയല്ല, നിന്റെ നേർച്ചകളല്ല, നിന്റെ ആരാധന എന്ന് പറയുന്നത് അനുസരണമാണ്. ആരാധന. ഈ പകൽക്കാല ഈ പുസ്തകത്തെ നീ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ മാറോട് നീ ചേർത്തു പിടിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ ആത്മാവിൽ ഞാൻ പറയാ, നീ ദൈവത്തിന് യാഗമർപ്പിക്കുക. ഇസഹാക്കിന്റെ ശരീരത്തിനകത്തൊരു പോറൽ പോലും അബ്രഹാം വരുത്തിയില്ല. അതിനു മുമ്പ് ദൈവം വിളിച്ചു, തുടരുത്, നിനക്ക് വേണ്ടി വേറെ കരുതിയിട്ടുണ്ട്. ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ചേ. പക്ഷെ എൻ്റെ ദൈവം പറയുന്നു, അല്ലടാ, ഇസഹാക്കിനെ തന്നെ അവൻ യാഗമാക്കിയേ. എങ്ങനെ? മനസ്സുകൊണ്ട്, അനുസരണം കൊണ്ട്, ജീവിതം കൊണ്ട് അവനേക്കാൾ വലുത് ദൈവമെന്നെ. ഈ പകൽ ദൈവാത്മാവ് ചോദിക്കുക, ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ചങ്കത്ത് കൈവച്ച് പറയാൻ കഴിയുമോ, അതിനേക്കാൾ വലുത് എനിക്ക് എൻ്റെ ദൈവമാ. ഈ ലോകത്തിലുള്ള എന്തിനേക്കാൾ വലുത് ഞാൻ എൻ്റെ ദൈവത്തിന്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒന്ന് ആരാധിക്കാതിരിക്കുക, ഭവനത്തിലൊന്ന് പ്രാർത്ഥിക്കാതിരിക്കുക, 100 എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നവരാ. ഹലോ, 100 എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നവരാ. പക്ഷെ വചനം പറയുന്നു, അനുസരണമാണ് ആരാധന. അനുസരണമാണ് ആരാധന. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അനുസരണം യാഗത്തെക്കാളും, അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും. എന്താണ് ആരാധന? അനുസരണമാണ് ആരാധന. നീ കൊടുക്കുന്ന യാഗം അത് ദൈവത്തോടുള്ള അനുസരണമാകണം. അവിടെ പരിശുദ്ധാത്മ പറയും, ഇസഹാക്കാണ് യാഗമാകപ്പെട്ടത്. അങ്ങനെ പറയാൻ ദൈവത്തിന് നിന്നെക്കുറിച്ച് സാക്ഷ്യം വേണം. റോമാലേഖനം പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക. എന്താണ് ആരാധന? കയ്യടിയല്ല ആരാധന. എന്താണ് ആരാധന? അന്യഭാഷയല്ല ആരാധന. ഇതൊക്കെ വേണ്ടെന്നല്ല. പക്ഷെ വചനം പറയുന്നു, നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ അനുസരിക്കുന്നതാണ് ആരാധന. പകൽക്കാലം നിങ്ങളെല്ലാം സൈലൻ്റ് ആയല്ലോ. ദൈവം എല്ലാം തരുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചല്ലോ. ഈ പകൽ ആത്മാവിൽ പറയാം,
ആർക്ക് ദൈവം തരും? പരിശോധന ജയിക്കുന്നവന്. എങ്ങനെ പരിശോധന ജയിക്കാം? അനുസരണത്താൽ ജയിക്കാം. എങ്ങനെ പരിശോധന ജയിക്കാം? യാഗം കഴിച്ച് ജയിക്കാം. എന്താണ് യാഗം? അനുസരണമാണ് യാഗം. എന്താണ് ആരാധന? അനുസരണമാണ് ആരാധന. ഞാൻ കൊതിക്കുന്നു, യാഗത്തെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നൊരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവപ്രിയമാണെന്ന് പറയുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. എന്തിനേക്കാളും ദൈവം വലുതെന്ന് പറയുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. അവിടെ നിനക്ക് പറയാൻ കഴിയുക, യഹോവ ജയരേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. ഈ പകൽക്കാലം എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയട്ടെ. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ.